ഹലോ ഡിയർ ഫ്രണ്ട്സ്, മണ്ഡലവ്രതക്കാലമല്ലേ. കേരളത്തിൽ 5 പ്രസിദ്ധങ്ങളായ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ടല്ലോ. ശബരിമല, കാന്തമല, ആര്യങ്കാവ്, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ. നമുക്കിന്ന് കുളത്തൂപ്പുഴയിലെ ബാലകൻ അയ്യപ്പനെ ഒന്ന് കണ്ടുവരാം. കുളത്തൂപ്പുഴയിലെ ബാലകനെ എന്ന് പ്രസിദ്ധമായ ഒരു ഭക്തിഗാനമുണ്ടല്ലോ, അവിടേക്കൊന്ന് പോവാം. കൊല്ലം ജില്ലയിലാണ്. കൊല്ലത്തു നിന്നും 64 കിലോമീറ്റർ ദൂരമുണ്ട്. കല്ലടയാറ്റിൻ്റെ കൈവഴിയായ കുളത്തൂപ്പുഴ ആറ്റിൻ തീരത്താണ് ക്ഷേത്രം. പന്തളത്ത് രാജാവാണ് ക്ഷേത്രം നിർമ്മിച്ചത്. പിന്നീട് കൊട്ടാരക്കര രാജാവിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ജനങ്ങളുടെ കലിദോഷങ്ങൾ അകറ്റുവാനായി തപസ്സനുഷ്ഠിച്ചിരുന്ന പരശുരാമൻ ഒരു ദിവസം ധ്യാനനിമഗ്നനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പൈതലിൻ്റെ രൂപം തെളിഞ്ഞു വരികയും അത് സ്വയംഭൂവായതാണ് ഇവിടുത്തെ മൂലവിഗ്രഹം എന്നും വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് പ്രളയത്തിൽ എല്ലാം നഷ്ടമായപ്പോൾ ഒരിക്കൽ കൊക്കലത്ത് മഠത്തിലെ നമ്പൂതിരിമാർ ഈ വഴി വന്നപ്പോൾ അവരുടെ ഭക്ഷണത്തിനുള്ള പാചക ആവശ്യത്തിന് നൽകിയ 3 കല്ലുകളിൽ ഒന്നിന് നീളക്കൂടുതൽ കണ്ട് അത് പൊട്ടിച്ചപ്പോൾ അത് 8ആയി മാറിയെന്നും അങ്ങനെ അത് മൂലവിഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ശില ചേർത്ത് വെച്ച് ഒരു വിഗ്രഹം നിർമ്മിച്ച് അതിനൊരു വെള്ളി മുഖവും നൽകുകയാണ് ഉണ്ടായത്. അതാണ് ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹം. മുന്നിൽ മൂലവിഗ്രഹം, പിന്നെ ശിവേലി, അതിനു പിന്നിൽ അലങ്കാര വിഗ്രഹം. ഇവിടുത്തെ മലയുടെ അധീനത മാമ്പഴത്തറ ഭഗവതിക്കാണ്. ഇവിടെയും ആര്യങ്കാവിലും അച്ചൻകോവിലിലും ഭഗവതിയുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ യക്ഷി സുന്ദരയക്ഷി എന്നാണ് അറിയപ്പെടുന്നത്. അത് ഭഗവതി തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പനയുടെ ചുവട്ടിലുണ്ട്. ഒന്ന് തിടപ്പള്ളിക്കുള്ളിലും ഒന്ന് പുറത്തുമുണ്ട്. സ്ത്രീകളുടെ എല്ലാ പ്രാർത്ഥനകളും സഫലീകരിക്കുന്ന ഒരിടവും കൂടെയാണ് ഈ ഭഗവതിയുടെ അല്ലെങ്കിൽ സുന്ദരയക്ഷിയുടെ നട. സന്താനപ്രാപ്തിക്കായി ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് തൊട്ടിൽ കെട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഫലവത്താകുന്നു എന്ന് വിശ്വാസവുമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി കരിവള സമർപ്പിക്കുന്നു. നല്ല ഭർത്താവിന്, നല്ല എല്ലാ നന്മകളും സ്ത്രീകൾക്കുണ്ടാവുന്നതിനും എന്നാൽ തെറ്റുകളെ എതിർക്കുന്നതുമായ ഒരു സങ്കല്പമാണ് സുന്ദരയക്ഷിയുടേത്. കൂടാതെ ഉപദേവതകളായി പരമശിവൻ, മഹാവിഷ്ണു, ഗണേശൻ, ഭൂതത്താൻ, നാഗരാജ, കറുപ്പസ്വാമി അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞങ്ങളിവിടെ എത്തുമ്പോൾ നല്ല മഴയായിരുന്നു. അതുപോലെ ക്ഷേത്രനട അടച്ചിരിക്കുകയുമായിരുന്നു. രാവിലെ 5 മണി തൊട്ട് 12 മണി വരെ തുറന്നിരിക്കും. പിന്നീട് വൈകുന്നേരം 5 തൊട്ട് 8 മണി വരെയാണ് ശ്രീകോവിൽ തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് കാത്തുനിന്ന് ശ്രീകോവിൽ നട തുറന്ന് ഭഗവാനെ കണ്ട ശേഷമാണ് ഞങ്ങളും മടങ്ങിയത്. വളരെ പ്രസിദ്ധമായ മറ്റൊരു ആചാരമുണ്ട് ഇവിടെ, മീനൂട്ട്. ഈ അമ്പലക്കുളത്തിലെ ഈ ആറ്റിലെ മീനുകൾക്ക് ധാരാളം മീനുകളുണ്ട്. ഇവയ്ക്ക് ഭക്ഷണം കൊടുത്ത ശേഷമാണ് ഇവിടെ എത്തുന്ന എല്ലാ തീർത്ഥാടകരും മടങ്ങുന്നത്. ഇതിൻ്റെ പിന്നിലെ ഐതിഹ്യം, ശാസ്താവ് തന്നോട് ഇഷ്ടം പ്രകടിപ്പിച്ച ഒരു ജലകന്യകയെ ഒരു മീനിൻ്റെ രൂപത്തിൽ ഈ അമ്പലക്കുളത്തിൽ താമസിക്കാൻ അനുവദിച്ചു എന്നും അതിൻ്റെ പിന്തുടർച്ചക്കാരായ മീനുകളാണ് ഇവർ തിരുമക്കൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വംശനാശം സംഭവിക്കാറായ ചില ഇനം മീനുകൾ പോലും ഇവിടെയുണ്ട്. എല്ലാ വർഷവും മേടം 1 വിഷുവാണ് ഇവിടെ കൊടിയേറുന്നത്. 10 ദിവസമാണ് ആഘോഷങ്ങൾ. പിന്നെ മണ്ഡലവ്രതക്കാലമായാൽ അയ്യപ്പന്മാരുടെ നല്ല തിരക്കാണിവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് കുളത്തൂപ്പുഴയിലെ വിശേഷങ്ങൾ. ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നല്ല മഴയല്ലേ, ഞങ്ങൾ മടങ്ങുകയാണ്. വീണ്ടും ആര്യങ്കാവിൽ വെച്ച് കാണാം. ബൈ.